നമുക്ക് 2019 ക്ലാസ് 10 ഇംഗ്ലീഷിൻ്റെ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യും. ഒരു പാരഗ്രാഫാണ് നമ്മുടെ ചാപ്റ്ററിന് തന്നെയുള്ളൊരു പാരഗ്രാഫാണ്. അപ്പോൾ ഇത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആൻസേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. Excuse me, doctor, I wonder if I might introduce myself. He spoke almost breathlessly, offering me the visiting card he held in his hand and studying my face to see if the name meant anything to me എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു പാരഗ്രാഫാണ്. അത് എൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ afterwards they had visited settlement houses in New York and other cities to study the methods employed in dealing with cases of backward, maladjusted and delinquent youth. ഇതാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫ്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പിക്ക് ഔട്ട് ഫ്രം ദി പാസേജ് ദ എക്സ്പ്രഷൻ ദാറ്റ് ഷോസ് ദ നെർവസ്നെസ് ഓഫ് ദി മാൻ. നെർവസ്നെസ് കാണിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ പാരഗ്രാഫിൽ തന്നെ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടില്ലേ, സ്പോക്ക് ഓൾമോസ്റ്റ് ബ്രെത്ത്ലെസ്ലി. അതാണ് ഇതിൻ്റെ ആൻസർ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വാട്ട് ഡിഡ് ദ മാൻ റിക്വസ്റ്റ് ദ നറേറ്റർ. അപ്പം എന്താണ് ഇയാൾ റിക്വസ്റ്റ് ചെയ്തത്? ദ മാൻ റിക്വസ്റ്റഡ് ദ നറേറ്റർ ടു സ്പെയർ ഹിം എ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് സമയം അയാൾക്ക് കൊടുക്കാൻ. അത് എന്തിനു വേണ്ടിയിട്ട്? സംസാരിക്കാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഹിസ് വൈഫ് വുഡ് ഹാവ് സം വേർഡ്സ് വിത്ത് ഹിം. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ വൈ ഡിഡ് ദ മാൻ വിസിറ്റ് ദ ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സ്. അപ്പോൾ എന്തിനാണ് ഇദ്ദേഹം ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സ് വിസിറ്റ് ചെയ്തത്? അപ്പം എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ടു ഇൻസ്പെക്ട് മെനി ഓഫ് ദി സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ്സ്. സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ് ഇൻസ്പെക്ട് ചെയ്യാൻ. ആർക്ക് വേണ്ടിയിട്ട്? ഫോർ യങ് പീപ്പിൾ. മാത്രമല്ല സെറ്റിൽമെൻറ്റ് ഹൗസസ് ഇൻ ന്യൂയോർക്ക്, അതിന് വേണ്ടിയിട്ട്. ആൻഡ് അതർ സിറ്റീസ് ടു സ്റ്റഡി ദ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഡീലിംഗ് വിത്ത് കേസസ് ഓഫ് ബാക്ക്വേർഡ്, മാൽഅഡ്ജസ്റ്റഡ്, ഡെലിങ്ക്വന്റ് യൂത്ത്. അപ്പോൾ ഇത്രയും കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ന്യൂയോർക്ക് വിസിറ്റ് ചെയ്തത്. നാലാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് മാൻസ് വിസിറ്റ് ടു സെറ്റിൽമെൻറ്റ് ഹൗസസ് ഇൻ ന്യൂയോർക്ക്. ആൻസർ എന്ന് പറഞ്ഞാൽ ടു സ്റ്റഡി ദ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഡീലിംഗ് വിത്ത് കേസസ് ഓഫ് ബാക്ക്വേർഡ്, മാൽഅഡ്ജസ്റ്റഡ്, ഡെലിങ്ക്വന്റ് യൂത്ത്. ഇനിയും അഞ്ചാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ find out the word from the passage that means having emotional problems. അപ്പം ഇവിടെ നമുക്ക് maladjusted എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ. ഇനി ആറാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ pick out the verb phrase from the following sentence. ഒരു സെൻറ്റൻസ് വന്നിട്ടുണ്ട്. They had been making a tour of the New England states. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് വെർബ് ഫ്രേസ് ഏതാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ വെർബ് ഫ്രേസ് കണ്ടുപിടിക്കും. ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വാക്കുകളാണ്. വെർബ് ഫ്രേസ് എന്ന് പറയുമ്പോൾ വെർബുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഹാഡ് ബീൻ മേക്കിംഗ്. അതാണ് ഇതിൻ്റെ വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു സീൻ പാസേജ് ആണ്. ഇതൊരു പോയമാണ്. ബ്ലോൺ ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന പോയമാണ്. അപ്പോൾ read the following lines from the poem Blown in the Wind and attempt a brief appreciation focusing on the theme and poetic devices used. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം തന്നിരിക്കുന്ന വരികൾ എന്ന് പറഞ്ഞാൽ how many roads must a man walk down before you call him a man? How many seas must a white dove sail before she sleeps in the sand? എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്ന സ്റ്റാൻസ് ആണ്. The answer is blown in the wind. അപ്പം നമ്മൾ എപ്പോഴും അപ്രിസിയേഷൻ എഴുതുമ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ ഇതിൻ്റെ എഴുതിയ ഓഥറിനെ കുറിച്ചൊരു സെൻറ്റൻസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ആരാ എഴുതിയിരിക്കുന്നത്? ബോബ് ഡിലാൻസ്. ബോബ് ഡിലാൻസ് ബ്ലോൺ ഇൻ ദ വിൻഡ് ആസ്ക് എ സീരീസ് ഓഫ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്. റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന വാക്ക് ഈ ഒരു ആൻസറിനകത്ത് ഉണ്ടായിരിക്കണം. കാരണം റെറ്റോറിക്കലിൻ്റെ സ്പെല്ലിംഗ് എന്ത്? RHETORICAL. അത് ഉണ്ടായിരിക്കണം. കാരണം എന്താണ്? ഉത്തരമൊന്നും കിട്ടണ്ട, പക്ഷേ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കത്തില്ല. അതിനാണ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ എന്നിട്ട് പിന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എഴുതാം എന്താണ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് എഴുതാം. അപ്പം ദേ ആർ ജസ്റ്റ്
meant to be asked to think, not to be answered. അതാണ് rhetorical questions. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് പാരഗ്രാഫ് 1 കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സ്റ്റാൻസ ആയിട്ട് നമുക്ക് ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഇൻ ദ ഫസ്റ്റ് ആൻസർ എന്താണ് പോയിട്ട് പറയുന്നത്? How many roads should a man walk before he can be called a man? പിന്നെ എത്ര seas ഉണ്ട് before he can rest? Then how many times should the cannonballs fly before they can be banned? The answers are there but nobody wants to find them. ഇതൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ മാത്രമാണ്, പക്ഷെ ആർക്കും അതിൻ്റെ ഉത്തരം അറിയണ്ട. അതേപോലെ എല്ലാ സ്റ്റാൻസയിലും ഉള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഓരോരോ പാരഗ്രാഫായിട്ട് എഴുതുക. അതിനുശേഷം ലാസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് the poem is aimed at our emotions in order of sensitizing our consciousness. അപ്പോൾ എന്താണ്? The poem is a question. It's a question that's asked to ourselves. അല്ലേ? The language is simple, direct and powerful. അത് എഴുതണം. ഇത് നമ്മൾ ഏത് പോയറ്റിക് അപ്രിസിയേഷൻ കൊടുത്താലും അതിൻ്റെ ലാംഗ്വേജ് ടൈപ്പ് എന്താണെന്ന് എഴുതിയിരിക്കണം. പിന്നെന്താണ്? Let people with eyes see and people with ears hear. This is the thought of the poem. എന്താണ്? കണ്ണുള്ളവൻ കാണട്ടെ, കാതുള്ളവൻ കേൾക്കട്ടെ. ഇതാണ് ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. And the poem is also against war and against any sort of discrimination. എല്ലാ തരം ഡിസ്ക്രിമിനേഷനും വിവേചനത്തിനും എല്ലാ തരം യുദ്ധങ്ങൾക്കും എതിരെയാണ് ഈ പോയം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാമേ. ഇതും ഒരു പാരഗ്രാഫാണ്. When I was around 4 or 5, I was with Mom at a store buying some Christmas gifts. As we were leaving, I saw beautiful little dinosaurs that fit perfectly in my hands. I grabbed 2 of them and hid one in each of my pockets. My pockets were so small that they made me look like I had 2 tumors on each of my hips. I still remember the rush of energy I got from actually leaving the store undetected. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാകുന്നതാണ്, ഈ കൊച്ചു പയ്യനാണ്. അവന് 4-5 വയസ്സ് മാത്രമുള്ളൂ. അതായത് എഴുതിയിരിക്കുന്ന ആളാണ്. അയാൾ കടയിൽ അമ്മയുടെ കൂടെ പോയപ്പോൾ 2 ചെറിയ ഡിനോസറിനെ എടുത്ത് പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞപ്പം ഈ പോക്കറ്റ് ഇങ്ങനെ വീർത്ത് വന്ന് 2 ട്യൂമർ ഉള്ളതുപോലെ, അവൻ്റെ കാലിൽ 2 ട്യൂമർ ഉള്ള പോലെ ഇരുന്നു. അപ്പം കടക്കാർ കാണാതെ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് അവൻ വളരെയധികം പ്രയാസപ്പെട്ടു. Well, when my mom and I got to the car, she found them and called the storekeeper back and made me apologize. I had the absolute worst social anxiety when I was a kid, so I was absolutely sobbing, telling this poor employee how horrible a person I was. I had a mental breakdown when my mom cried a while afterwards and bought me a nice milkshake. അപ്പം ഇവരെ തിരിച്ച് അവരുടെ കാറിനടുത്ത് എത്തിയപ്പോഴത്തേന് അമ്മ അന്നേരമാണ് ഇത് നോട്ടീസ് ചെയ്യുന്നത്. അപ്പം തന്നെ ഷോപ്പ് കീപ്പറിനെ വിളിച്ച് ഇത് 2 റിട്ടേൺ ചെയ്യാനും ക്ഷമ പറയാനും ഈ കുട്ടിയോട് പറയുന്നു. അപ്പോഴാണ് ഇവന് മനസ്സിലായേ നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ചെറുതാണെങ്കിൽ പോലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യരുതെന്ന് അവന് മനസ്സിലായത്. അപ്പോൾ അതിന് ആ ഒരു കോമ്പൻസേറ്റ് അല്ലെ, ആ ഒരു കൊച്ചുകുട്ടിയല്ലേ, അപ്പോൾ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ അവനൊരു മിൽക്ക് ഷേക്ക് വാങ്ങി കൊടുക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇൻസിഡൻറ്റ് പറഞ്ഞിരിക്കുന്നത്. Why did the narrator and his mother visit the store? അപ്പോൾ ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. What did the narrator do when he was leaving the store? He stole 2 dinosaurs. I still remember the rush of energy I got. Why do you think the narrator felt so? Because he wanted to get out of the store without being caught. അവിടെ നിന്ന് രക്ഷപ്പെടണം. എങ്ങനെയാണ്? ആരും നോട്ടീസ് ചെയ്യാതെ. What was the reaction of the mother when she found out the mistake made by her son?
She called the storekeeper and made the child to apologize. And returned the dinosaurs. Why did the narrator have a mental breakdown? Because he saw his mother crying because of his misconduct. അവൻ്റെ misbehavior കൊണ്ട് അമ്മ കരയുന്നത് കണ്ടിട്ടാണ് അവന് ഭയങ്കര വിഷമം വന്നത്. And later she bought a nice milkshake for him. He knew his mother loved him dearly. അമ്മയുടെ ഒരു ആക്ഷൻ കൊണ്ട് തന്നെ മനസ്സിലായി അമ്മ അവനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ മകൻ തെറ്റ് ചെയ്യരുതെന്ന് അമ്മയ്ക്ക് വളരെയധികം ആഗ്രഹവും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.